ആസ് എ ആക്ടർ ഈ ജേർണിയിൽ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളുണ്ടല്ലോ, ഈ ഡിറക്ഷൻ, ഇത് when did this come through? Okay, fine, I can do it. സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു യൂട്യൂബ് ഹാസ് പ്ലേഡ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഇറ്റ്. കാരണം ഞാൻ കോളേജിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആണ് പഠിച്ചത്. അപ്പം എപ്പോഴും ഈ വക കലാപരിപാടികളോടൊരു ഇൻക്ലിനേഷനും താല്പര്യവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം പണ്ട് തൊട്ടേ എനിക്ക് ഫോട്ടോ എടുക്കാൻ, വീട്ടിലെല്ലാവരും വീഡിയോ എടുക്കാനായിട്ട് അതൊക്കെ താല്പര്യമാണ്. പക്ഷെ യൂട്യൂബിൽ അത് ഇടാൻ തുടങ്ങിയപ്പോഴാണ് പീപ്പിൾ സ്റ്റാർട്ടഡ് അപ്രീഷിയേറ്റിംഗ് മീ, സെയിങ് ഓ യുവർ എഡിറ്റിംഗ് ഇസ് നൈസ്, യു ഹാവ് ഇറ്റ് ഇൻ യു ടു ബി എ ഫിലിം. ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇവിടെ, അങ്ങനെ. അപ്പം ഈ വ്ളോഗ്സ് എൻ്റെ ചെയ്താണ് ഞാനും റിയലൈസ് ചെയ്തത്. ഓ ഓക്കെ, ഐ എൻജോയ് ഇറ്റ്. ഒരു ഐഡിയനെ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ വ്ളോഗ്സ് എല്ലാം ഞാൻ സ്വന്തമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. മിക്കതും ഷൂട്ട് ചെയ്യുന്ന, എഡിറ്റ് ചെയ്യുന്ന എല്ലാം ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇനി അതിനും കൂടി കുറച്ച് പേരുടെ പിടിച്ചു വെക്കണ്ടേ, അതൊക്കെ എനിക്കടാ ഇപ്പൊ എല്ലാം ഒറ്റയ്ക്കാ ചെയ്യുന്നത്. അപ്പം അത് ചെയ്തോണ്ടിരുന്നപ്പോ എനിക്ക് ആ ഒരു ഈ വർഷങ്ങൾക്കുള്ളിൽ എനിക്ക് മനസ്സിലായി എനിക്ക് ഇഷ്ടമാണ് അത് ചെയ്യാൻ. ആൾക്കാർ നല്ലതാന്ന് പറയുമ്പോ ഓക്കെ, മേ ബി അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കും, അങ്ങനെ തോന്നിയതാണ്. പിന്നെ എനിക്ക് നിറയെ ഫ്രണ്ട്സ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. ഇപ്പം സിനിമാറ്റോഗ്രാഫർ ഉണ്ട് നമ്മുടെ ടീമിലെ, എഡിറ്റർ നമ്മുടെ ക്ലോസ് ഫ്രണ്ട് ആണ് മിഥുൻ എഡിറ്റർ ആണ്. അപ്പം ഇങ്ങനെ ടെക്നിക്കലി വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ ചുറ്റിനും ഉള്ളപ്പോൾ നമുക്ക് ഈസിയർ ആണ്. ഇപ്പൊ എനിക്കൊരു ആശയം മനസ്സിൽ വരുമ്പോൾ നമുക്ക് ഇവരോട് ഷെയർ ചെയ്യാൻ പറ്റും. ഇവർക്ക് അതിന്റെ പ്രാക്ടിക്കാലിറ്റീസ് അറിയായിരിക്കും. അപ്പം ഇവരൊക്കെ കൂടി ചുറ്റിനും ഉള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചത്.